ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രിപ്റ്റോ റെഗുലേഷനെ കുറിച്ച് ഒരു അപ്ഡേറ്റ് കിട്ടിയപ്പോൾ പെട്ടെന്ന് ചെയ്യാമെന്ന് വിചാരിച്ചൊരു വീഡിയോ ആണ്. അപ്ഡേഷൻ ഇന്നലേക്ക് വന്നതാണ്, ബട്ട് സമയം കിട്ടിയത് ഇന്നാണ്. അതുകൊണ്ടാണ് പെട്ടെന്ന് ഈ സമയത്ത് വീഡിയോ ചെയ്യണത്. നമുക്കറിയാം, നമ്മുടെ ഗവൺമെന്റ് ക്രിപ്റ്റോന്ന് നല്ല രീതിയിൽ ടാക്സ് ഈടാക്കുന്നുണ്ട്. എന്നാൽ മറ്റു രീതിയിൽ ഒരു സപ്പോർട്ടും കൊടുക്കുന്നില്ല. ആൾക്കാരെ ബുദ്ധിമുട്ടിക്കാന്നുള്ള രീതിയിലാണ് അവരിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. കഴിഞ്ഞ 2 വർഷമായിട്ട് നല്ല രീതിയിൽ കോടിക്കണക്കിന് രൂപയാണ് ഇവർ ടാക്സ് ആയിട്ട് എടുത്തേക്കണമെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. കാരണം 2022-23 269 കോടിയാണ് ക്രിപ്റ്റോയിൽ നിന്ന് ടാക്സ് ഇവർക്ക് കിട്ടിയിരിക്കുന്നത്. 23-24 437 കോടി. ഇത്രയും വലിയൊരു സംഭവം ഉണ്ടായിട്ട് വെസറക്സ് ആക്ടിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഇവരെ ഒന്നും അറിയില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു. ഇതിന്റെ ഒരു ശകരം നന്ദിയെങ്കിലും കാണിച്ചിരുന്നെങ്കിൽ ആ യൂസേഴ്സിന്റെ അടുത്ത് നമ്മളിപ്പോൾ യൂസേഴ്സിന്റെ അടുത്ത് കാണിച്ചിരുന്നെങ്കിൽ എന്തെങ്കിലും ഇവർക്ക് കിട്ടിയാൽ അതൊന്നും ഇല്ലായിരുന്നു. ഈ വർഷം ITR ഇതുവരെ ഫയൽ ചെയ്തിട്ടില്ല. അതുകൊണ്ട് എത്ര വരികയെന്ന് അറിയില്ല. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഇതിനെക്കാട്ടിലും കൂടുകയോ കുറയോ എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? താഴെ കമന്റ് ചെയ്യണം എന്തായാലും. അപ്പം ഇതൊരു കാര്യങ്ങളാണ്. ഒരു ഭാഗത്ത് ഗവൺമെന്റ് ഒന്നും ചെയ്യാതിരിക്കുമ്പം കുറച്ച് ആൾക്കാരെങ്കിലും നമ്മുടെ ക്രിപ്റ്റോന് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇവിടെ MP റിതേഷ് പാണ്ഡ്യ വീണ്ടും ഗവൺമെന്റ് അടുത്ത് പറയുന്നുണ്ട് 30% ടാക്സും TDS എല്ലാം കുറയ്ക്കണം. കാരണം ഇത് ഭയങ്കര യൂത്ത് എംപവർ ആയിട്ടുള്ള ടെക്നോളജിയാണ്. നമ്മളിപ്പോൾ ഭയങ്കര ലാക്കാണ്. ഒരു കാരണവശാലും നമ്മളിത് ഇല്ലാതാക്കരുത്. ഭയങ്കര ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു സംഭവമാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ പുള്ളിയോട് പറയും, പുള്ളി ഒരു സപ്പോർട്ടിന് ഒരാളുണ്ട് എന്ന് പറയാം നമുക്ക്. ഹവർ എന്താ ഉണ്ടാവുക എന്നറിയില്ല. ടാക്സിൽ കുറച്ചും കൂടി കൂട്ടിയാലേ ഇവർ ചെയ്യുന്നുള്ളൂ. അപ്പം അതിനുശേഷമാണ് അതിന്റെ GST കൂടി കുറഞ്ഞേക്കുന്നത്. എന്തായാലും അടുത്ത വർഷത്തേക്ക് ഇതിനും കൂടും. കാരണം ഫുൾ സൈക്കിൾ വന്നപ്പോൾ ഒരുപാട് പേര് വീണ്ടും വന്നിട്ടുണ്ട്. സോ 2025-26 സ്വാഭാവികമായിട്ടും 2024-25 കൂടുതൽ ടാക്സ് കിട്ടാനുള്ള സാധ്യതകൾ എനിക്ക് കാണുന്നുണ്ട്. അതിനിടയിൽ വല്ല കുറവും കൊണ്ടുവന്നില്ല എന്നുണ്ടെങ്കിൽ. ഇനിയിപ്പം വേറൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത്, നമുക്കറിയാം ജൂലൈയിൽ റെഗുലേഷൻ ബില്ല് വരും എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. റെഗുലേഷൻ ബില്ല് കുറെ കാലമായിട്ട് വരും എന്ന് പറയുന്നത് ജൂലൈയിൽ ഈ ജൂലൈയിൽ തന്നെ പ്രസന്റ് ചെയ്യുമെന്ന് പറഞ്ഞു കേട്ടിരുന്നു. അപ്പം അതിന്റെ ഒരു ബ്ലൂ പ്രിന്റ്, നമ്മളൊരു ബിൽഡിംഗ് ഒക്കെ ചെയ്യുമ്പോൾ മറ്റേ കത്തിയിലൊക്കെ പറയുന്നില്ല ആ സാധനത്തെ ബ്ലൂ പ്രിന്റ്, ആ ബ്ലൂ പ്രിന്റ് ഒരു 2 ടീം ചേർന്നിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരിക്കലും പറയാൻ പറ്റില്ല ഇത് തന്നെയായിരിക്കും ഫൈനൽ എന്നുള്ളത്. ബട്ട് അറ്റ്ലീസ്റ്റ് ഒരു ബ്ലൂ പ്രിന്റ് അവർ ക്രിയേറ്റ് ചെയ്തു എന്നുള്ളൊരു ന്യൂസ് നമ്മൾ കോയിൻ ടെലിഗ്രാഫിൽ കണ്ടിരുന്നു. കോയിൻസ് ആക്ട് എന്നാണ് അതിന്റെ പേര്. കോയിൻസ് ആക്ട് മോഡൽ ലോ. അത് റെഗുലേഷൻ ഇന്ത്യക്ക് കൊണ്ടുവരുന്ന ഇന്ത്യയിൽ ക്രിപ്റ്റോ റെഗുലേഷന് വേണ്ടി വരുന്ന ബില്ലിന്റെ പേരാണ് കോയിൻസ് ആക്ട് മോഡൽ ലോ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ബ്ലൂ പ്രിന്റ് ആണ് വന്നത്. ഇത് ഗവൺമെന്റിലേക്ക് കൊടുത്ത് അവരെല്ലാം ഓക്കെ ആണോ എന്ന് പറയണം. അതിനകത്ത് എന്തൊക്കെയാണ് പറഞ്ഞേക്കണം എന്നുള്ളൊരു ഫുൾ ആർട്ടിക്കിൾ ഇവിടെ ഉണ്ട്. ഞാൻ വേണമെങ്കിൽ ഇതിന്റെ ലിങ്ക് താഴെ കൊടുക്കാം. ബട്ട് ഞാനത് സമ്മറൈസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ വീഡിയോയിൽ മൊത്തം പറയാം എന്തൊക്കെയാണ് അവർ പറഞ്ഞേക്കണം എന്നുള്ളത്. അപ്പം കോയിൻസ് ആക്ട് എന്ന് പറയുന്നത്, ഈ ഒരു ബില്ല് ക്രിയേറ്റ് ചെയ്തേക്കുന്നത് അത്യാവശ്യം നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഫേംസ് തന്നെയാണ്. മീൻസ് ഫിനാൻഷ്യൽ ഫീൽഡിലുള്ള ആൾക്കാർ തന്നെയാണ്. ഒന്ന് ഹാഷ് ഡെമേജ് എന്ന് പറഞ്ഞ ഒരു Web3 കമ്പനി തന്നെയാണ്, ഇന്ത്യയിലുള്ളതാണ്. ഒരുപാട് സ്ഥലത്തുണ്ട് തോന്നുന്നു. പിന്നെ ഒന്ന് ബ്ലാക്ക് ഡോട്ട് എന്ന് പറഞ്ഞാണ് ഈ UPI ഡിജിറ്റൽ കറൻസി ആ രീതിയിലൊക്കെ ഒരുപാട് നല്ല രീതിയിൽ ചെയ്യുന്ന ഒരു ടീമാണ് ഈ പറഞ്ഞ സംഭവം. ഇവർ രണ്ടുപേരും കൂടിയാണ് ഒരു ഫ്രെയിം വർക്ക് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. സോ ആ ഫ്രെയിം വർക്കിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പെർപ്ലെക്സിറ്റി എന്ന് പറഞ്ഞൊരു ആപ്പിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് പ്രൊമോഷൻ ഒന്നും അല്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല. ChatGPT പോലൊരു ആപ്പാണ് പെർപ്ലെക്സിറ്റി. ഇതിന് ഒരു വർഷം 17,000 രൂപ കൊടുക്കണം. ഔട്ട് ഓഫ് ടോപ്പിക് ആണ്, പക്ഷെ നിങ്ങൾക്ക് ഇത് ഫ്രീ ആയിട്ട് കിട്ടും. നിങ്ങളുടെ എയർടെൽ സിം ഉണ്ടായാൽ മാത്രം മതി. എയർടെൽ സിം ഉണ്ടെങ്കിൽ എയർടെൽ താങ്ക്സ് ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ഇത് നിങ്ങൾ സിമ്പിൾ ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും. ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പം അത് എന്താണെന്ന് വെച്ചാൽ ഇതൊരു മോർ ദാൻ ChatGPT ഒരു സെർച്ച് എഞ്ചിനാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ന്യൂസിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നേരെ ഇവിടെ വന്നിട്ട് ആ ന്യൂസിനെ കുറിച്ച് ചോദിച്ചാൽ നിങ്ങൾക്ക് സമ്മറൈസ് ചെയ്തിട്ട് പറഞ്ഞുതരും. ഭയങ്കര രീതിയിൽ മീൻസ് നല്ല രീതിയിൽ ട്രെൻഡിങ്ങോ നല്ല രീതിയിൽ യൂസ് കേസ് വരുന്ന ഒരു സെർച്ച് എഞ്ചിൻ ആയിട്ടാണ് ഇപ്പോൾ ഇത് ആക്ട് ചെയ്യുന്നത്. ഇന്ത്യക്കാരനാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് തോന്നുന്നു. നിങ്ങളത് യൂസ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഫ്രീ ആയി കിട്ടുന്നുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ ഈ എയർടെൽ സിമ്മോട് സംഘടിപ്പിച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ ഞാൻ ഈ ബ്ലൂ പ്രിന്റ് ഇതിനകത്താണ് ചോദിച്ചത്. ഈ കോയിൻസ് ആക്ടിന്റെ ആദ്യം ഈ കോയിൻസ് ആക്ടിന്റെ ഫുൾ നെയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിപ്റ്റോ സിസ്റ്റം ഓവർസൈറ്റ് ഇന്നോവേഷൻ ആൻഡ് സ്ട്രാറ്റജി ആക്ട് എന്നാണ് എനിക്ക് പേര്. ഭയങ്കര വലിയ പേരൊക്കെയാണ്. സംഭവം ഈ പേര് പഠിക്കാൻ തന്നെ സമയം എടുക്കും. എന്നാൽ കൂടി കുഴപ്പമില്ല, സംഭവം നിലവിൽ വന്നാൽ മതിയായിരുന്നു. അപ്പം ഇതിനകത്ത് പറയണ കുറച്ച് ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ അത് മാത്രം ഞാൻ പറയാം. ഒന്നാമത്തേത് പറയുന്നത് ഡിജിറ്റൽ റൈറ്റ്സ് സെൻട്രിക് ഫ്രെയിം വർക്ക്. അതാണ് explicit protection for users' rights such as self-custody, financial privacy, freedom to access, deploy code. അത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ സംഭവങ്ങളെല്ലാം എക്സ്പ്ലിസിറ്റ് പ്രൊട്ടക്ഷൻ. അത് യൂസേഴ്സിന് അത് സംഭവം എന്ത് വേണമെങ്കിലും കയ്യിൽ വെക്കാനുള്ള പെർമിഷൻ ഉണ്ട്. മീൻസ് ലീഗൽ അല്ലാത്ത സെൽഫ് കസ്റ്റഡി, അത് ഫിനാൻഷ്യൽ പ്രൈവസി എല്ലാം ഗവൺമെന്റിന് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നുണ്ട്. സോ അതെന്തായാലും വേണം എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായിട്ടും ഒരു ഫ്രെയിം വർക്ക് അതിന് ആവശ്യമുണ്ട് എന്നുള്ള രീതിയിലാണ് ഫസ്റ്റ് പറഞ്ഞേക്കുന്നത്. രണ്ടാമത്തേത് ക്രിയേഷൻ ഓഫ് ഡെഡിക്കേറ്റഡ് റെഗുലേറ്റർ. അത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എനിക്ക് തോന്നുന്നത് അത് നടന്നു കഴിഞ്ഞാൽ സെറ്റ് ആണെന്ന് എനിക്ക് പറയാം. കാരണം നമ്മുടെ നാട്ടിൽ ഇപ്പം സ്റ്റോക്ക് മാർക്കറ്റ് എല്ലാം റെഗുലേറ്റ് ചെയ്യുന്നത് SEBI ആണ്. അതുപോലെ തന്നെ ഈ ഒരു ബില്ലിനകത്ത്, ഈ ഒരു ഫ്രെയിം വർക്കിനകത്ത് ഇവർ പറഞ്ഞേക്കുന്നത് ക്രിപ്റ്റോ അസറ്റ്സ് റെഗുലേറ്ററി അതോറിറ്റി, കാര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അതോറിറ്റി ഫോം ചെയ്യണം. അവർ സ്പെഷ്യലൈസ്ഡ് ചെയ്യുന്നത് ക്രിപ്റ്റോ ആക്ടിവിറ്റീസ് ഇന്ത്യക്കകത്തും ഇന്ത്യക്ക് പുറത്തും നടക്കുന്ന എല്ലാ ആക്ടിവിറ്റീസും മറ്റുള്ള സ്ഥലത്തേക്കൊന്നും പോകാണ്ട് ലൈക്ക് നമ്മുടെ നാട്ടിൽ തന്നെ ഒരു റെഗുലേറ്ററി ബോഡി ഫോം ചെയ്തിട്ട് അത് റെഗുലേറ്റ് ചെയ്യുന്ന ഒരു ടീം ഉണ്ടാക്കി കഴിഞ്ഞാൽ സെറ്റ് എന്നാണ് പറയുന്നത്. വളരെ നല്ലൊരു തീരുമാനമാണ് ഇത് വന്നു കഴിഞ്ഞാൽ. അതിനകത്ത് ആരൊക്കെ ഇരിക്കണം എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. പക്ഷെ ഇങ്ങനെ ഒരു ടീം ഉണ്ടെന്നുള്ള ഈ സമയം വിജിലന്റ് ആയിരിക്കും, അതേ സമയം ഫോക്കസ്ഡ് ആയിരിക്കും.
മാക്സിമം ഉടായ്പകൾ നമുക്ക് ഇതിലൂടെ കുറയ്ക്കാൻ പറ്റുമെന്ന് തന്നെ വിശ്വസിക്കാൻ പറ്റും. സ്വാഭാവികമായിട്ട് അതിനകത്ത് ഇരിക്കുന്നവർ കുറച്ച് ബുദ്ധിയുള്ളവരും ഇതിനെക്കുറിച്ച് അറിയുന്നവരായിരിക്കുമല്ലോ. സോ തീർച്ചയായിട്ടും അത് വിചാരിക്കാം. പിന്നെ എന്ന് പറയുന്നത് റെഗുലേറ്ററി സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചസിന് സ്വാഭാവികമായിട്ടും ഫുൾ ലൈസൻസിങ്ങും കംപ്ലൈൻസ് എല്ലാം വേണം, KYC എല്ലാം മാൻഡേറ്റ് ആക്കണം എന്ന് പറയുന്നുണ്ട്. നോൺ കസ്റ്റോഡിയൽ വാലറ്റ്സ്, അത് നമ്മൾ ട്രസ്റ്റ് വാലറ്റ് പോലെയുള്ള സെൽഫ് കസ്റ്റഡി നമ്മൾ മെറ്റാമാസ്ക് അങ്ങനെയൊക്കെ ഉള്ളതാണെങ്കിൽ അതിനകത്ത് നിങ്ങൾ കുറച്ച് ഫണ്ട് സേവ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ടാക്സോ മറ്റുള്ള സംഭവങ്ങളൊന്നും ഈടാക്കാൻ പാടില്ല എന്നുള്ള രീതിയിലാണ് ഇവർ പറഞ്ഞേക്കുന്നത്. ബട്ട് നമ്മൾ ആസ് എ സിറ്റിസൺ നമ്മുടെ കയ്യിൽ ഇത് ഉണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ റിവീൽ ചെയ്യേണ്ടതുണ്ട്. ബേസ്ഡ് ഓൺ ഡിസ്ക്ലോഷർ നമ്മൾ ഗവൺമെന്റിന് കൊടുക്കേണ്ടതുണ്ട് എന്ന് കരുതി, ലൈക്ക് നമ്മളത് എപ്പം അതിൽ നിന്ന് വിഡ്രോ ചെയ്യണം. ഇപ്പം ഇവർ 5 കൊല്ലം കഴിഞ്ഞ് പ്രോഫിറ്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ വിഡ്രോ ചെയ്യുന്ന സമയത്ത് നോർമലി സ്റ്റോക്ക് മാർക്കറ്റിൽ മറ്റുള്ള സമയത്തൊക്കെ നമ്മൾ എന്തൊക്കെയാണോ ചെയ്യുന്നത്, എന്തൊക്കെ രീതിയിലാണോ ടാക്സ് വരുന്നത്, അതേപോലത്തെ ടാക്സ് ഇതിന് വരുന്ന സംഭവങ്ങൾ അതേപോലെ നോർമലായിട്ട് നമ്മൾ ടാക്സ് പേ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. അതൊന്നും ഹൈഡ് ചെയ്യാണ്ട് സെൽഫ് കസ്റ്റഡിയാണ്, നമ്മുടെ കൺട്രോളിലാണ്, പക്ഷെ നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യണം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. എത്ര പേർക്ക് അത് അംഗീകരിക്കാൻ പറ്റുന്ന അറിയില്ല, ബട്ട് അംഗീകരിക്കേണ്ടി വരും. റെഗുലേഷൻ വരുമ്പോൾ നമ്മളും കുറച്ചൊക്കെ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. ഈവൻ അത് നന്നായി ചെയ്താലും കുഴപ്പമില്ല, നമുക്ക് വലിയ രീതിയിൽ ടാക്സ് നമ്മളത് കയ്യിൽ വെക്കണമെങ്കിൽ ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ കുറെ പ്രശ്നങ്ങളില്ല. അതുപോലെ തന്നെ നമ്മൾ എപ്പം സെല് ചെയ്യുന്നു അപ്പം ടാക്സ് കുറയ്ക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ടാക്സ് കുറയ്ക്കണം എന്നുള്ളതും കാര്യം ഇവർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഫുള്ളി ഡീസെൻട്രലൈസ്ഡ് പെർമിഷൻലെസ് പ്രോട്ടോകോൾസ് വുഡ് ബി എക്സെപ്റ്റ്, അതായത് കംപ്ലീറ്റ് ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള എക്സ്ചേഞ്ചിന് ഒരു കാരണവശാലും നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റില്ല. സോ അങ്ങനത്തെ കേസ് വരികയാണെങ്കിൽ നമ്മൾ അവിടെ ആവശ്യമില്ലാണ്ട് തല പോകേണ്ട ആവശ്യമില്ല. അതിനെന്താ ചെയ്യാൻ പറ്റുക നമുക്ക് അറിയില്ല, അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നും പറയാൻ പറ്റില്ല, സ്വാഭാവികമായിട്ടും പറ്റില്ല. അതിനെന്താ ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ മേ ബി ഈ ഒരു പോയിന്റ് നിങ്ങൾ മേ ബി എന്താ ഇവർ പറയും, ഇവരെന്ത് തീരുമാനമാണ് എടുക്കുക എന്നറിയില്ല. എന്തായാലും ഇവർക്ക് ബാൻ ചെയ്യാൻ പറ്റില്ല. ബാൻ ചെയ്താലും നമുക്ക് യൂസബിൾ ആണ്, കാരണം ഡീസെൻട്രലൈസ് ആയതുകൊണ്ട് തന്നെ. പെർമിഷൻലെസ് പ്രോട്ടോകോൾ വുഡ് ബി എക്സെപ്റ്റ് ഫ്രം ഔട്ട്സൈഡ്. അത് ഈ പറഞ്ഞ ഈ മേ ബി കാറായി പറഞ്ഞ ടീമൊക്കെ ഉണ്ടല്ലോ, ഇവർ മേ ബി ഇതിനെക്കുറിച്ച് കൂടുതലോ വെറീഡ് ആവേണ്ട ആവശ്യം വരില്ല, കാരണം വെറീഡ് ആയിട്ടും കാര്യമില്ല, കാരണം ഡീറ്റെയിൽസ് അവർക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. സോ അതൊരു കേസാണ്. പിന്നെ ഇന്നോവേഷൻ ആൻഡ് സേഫ് ഹാർബേഴ്സ്, പുതിയ ടോക്കൺസ് ഇഷ്ടക്കണക്കിന് ഇഷ്ടം പോലെ ടോക്കൺസ് ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഈ ലോഞ്ച് ചെയ്യുന്ന ടോക്കൺസ് ഒക്കെ ഒരു പ്രൊജക്ട് ലോഞ്ച് ചെയ്യുമ്പോൾ അപ്പം തന്നെ അടിച്ചു കയറി എല്ലാ റെഗുലേഷൻസ് അവർക്ക് കൊടുക്കരുതെന്നാണ് പറയുന്നത്. 2 വർഷം അവർക്ക് കൂൾ ഓഫ് ടൈം ആ പ്രൊജക്ട് ഒന്ന് ഡെവലപ്പ് ചെയ്ത് അതെന്താണോ അവർ ഇന്നോവേഷൻ ഉദ്ദേശിക്കുന്ന ആ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അത് മെല്ലെ ഡെവലപ്പ് ആയതിനു ശേഷം മെല്ലെ റെഗുലേഷൻ ഫേസ് ഓരോ കാര്യങ്ങളും മെല്ലെ ഇംപ്ലിമെന്റ് ചെയ്യുക. അതായത് പുതിയ പ്രൊജക്ട് വരുമ്പോൾ തന്നെ അതിന് ഇല്ലാതാക്കുന്ന രീതിയിലുള്ള റെഗുലേഷൻസ് കൊണ്ടുവരുത് എന്നാണ് ഇവർ പറയുന്നത്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ഫോറിൻ എക്സ്ചേഞ്ചസ്, നമ്മുടെ ഈ പറഞ്ഞ ലൈസൻസിംഗ് ഒന്നും ഇല്ലാതെ പ്രവർത്തിക്കുന്ന എക്സ്ചേഞ്ചസിന് മേ ബി എന്തെങ്കിലും റെഗുലേറ്ററി ഫ്രിക്ഷൻസ് ഒക്കെ വന്ന് ടെമ്പററി പോസ് ഓൺ സർട്ടൻ റൂൾസ് റെഡ്യൂസ് റെഗുലേറ്ററി ഫ്രിക്ഷൻ, അവർക്ക് പോസ് ചെയ്യാം, ടെമ്പററി പോസ് ഓൺ സർട്ടൻ എക്സ്ചേഞ്ചസ് ടു റെഡ്യൂസ് റെഗുലേറ്ററി ഫ്രിക്ഷൻ. അതായത് മറ്റുള്ള എക്സ്ചേഞ്ചസ് ഇതുപോലെ ഉടായ്പൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, മറ്റേ ഫേക്ക് ആയിട്ടുള്ള, ഫേക്ക് എന്നല്ല, ഫോറിൻ എക്സ്ചേഞ്ചസ് നമ്മുടെ നാട്ടിൽ രജിസ്റ്റേർഡ് അല്ലാത്ത ഈ പറഞ്ഞ ലൈസൻസിംഗ് ഒന്നും ഇല്ലാത്ത എക്സ്ചേഞ്ചസ് അതിന്റെ പ്രവർത്തനം പോസ് ചെയ്യുക, ടെമ്പററി പോസ് ചെയ്യുക. എന്തിനാണെന്ന് വെച്ചാൽ അപ്പം ഇത് ഫോക്കസ് ചെയ്യുന്ന ഈ റെഗുലേറ്ററി ബോർഡിന് അത്രയും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല, അത് നമുക്ക് ചെയ്യണമെന്നാണ് പറയുന്നത്. ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ, ഈ പറഞ്ഞ അടിപൊളി റൂൾസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇന്ത്യൻ എക്സ്ചേഞ്ചസ് തന്നെ അടിപൊളി ബൂം ചെയ്യും, ഒരുപാട് പേര് യൂസ് ചെയ്യാനും സ്റ്റാർട്ട് ചെയ്യും, മീൻസ് യൂസ് ചെയ്യാനും സ്റ്റാർട്ട് ചെയ്യും. ഈവൻ ഗ്ലോബൽ എക്സ്ചേഞ്ചസ് വരെ ഇന്ത്യയിൽ വരും. ഇപ്പോൾ ബൈനാൻസും കൂക്കോയിനൊക്കെ വന്ന പോലെ ഇന്ത്യയിൽ ഈ ഒരു സ്കോപ്പ് കണ്ടെങ്കിൽ എല്ലാ റെഗുലേഷൻസും അംഗീകരിച്ച് അവർ വരാനും അവർ റെഡി ആകും. സോ അങ്ങനെ ഒരു പ്രശ്നം നമുക്ക് പേടിക്കേണ്ടി വരില്ല. അപ്പം അതും അവർ പറയുന്നുണ്ട്. പിന്നെ സ്വാഭാവികമായിട്ട് ഇതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്, കറന്റ് 30% ടാക്സും 1% TDS എല്ലാം കുറയ്ക്കുക, എന്നിട്ട് എല്ലാവർക്കും പ്രോഗ്രസീവ് ആയിട്ട് എല്ലാവർക്കും താങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള ടാക്സ് കൊടുക്കുക എന്നൊക്കെയാണ് പറയുന്നത്. വളരെ നല്ല കാര്യം എന്ന് വേണേൽ പറയാം. ഇത് വന്നിരുന്നെങ്കിൽ വളരെ അടിപൊളിയായിരുന്നു. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ ക്രിപ്റ്റോ റിസർവ്, നമ്മളിപ്പം ട്രംപ് എണ്ണം പറഞ്ഞ പോലെ ബിറ്റ്കോയിൻ റിസർവ് പോലെ ക്രിപ്റ്റോ റിസർവ് നമ്മുടെ നാട്ടിൽ തുടങ്ങണം എന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത്. ഇതൊക്കെ തുടങ്ങിയ വേറെ ലെവലാവും, പക്ഷേ ഇതൊക്കെ നമ്മുടെ ഗവൺമെന്റിലേക്ക് പോകുമ്പോൾ എന്തൊക്കെയാണ് അവർ പറയാൻ ദൈവത്തിന് അറിയാം. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഈ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവർ പറയണത്. ഇത് ഒരു ബ്ലൂ പ്രിന്റ് ആണ്, ഞാൻ പറഞ്ഞ പോലെ ബ്ലൂ പ്രിന്റ് മാത്രമാണ്. ഇനി ഇത് ഗവൺമെന്റിലേക്ക് പോകും, ഇത് അക്സെപ്റ്റ് ചെയ്യോ ഇല്ലയോ എന്നറിയില്ല. മേ ബി വേറെയും അതോറിറ്റീസ്, വേറെ കമ്പനികളും ഇതുപോലത്തെ റെഗുലേഷൻ ആക്ട്സ് ഉണ്ടാക്കിയിട്ടുണ്ടാവും. തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറയുന്നത് ഏതാണ് ഭേദം എന്ന് നോക്കി അതിനുശേഷം മാത്രമായിരിക്കും മേ ബി ഗവൺമെന്റ് ഫൈനലൈസ് ചെയ്യുക. അറ്റ്ലീസ്റ്റ് ഒന്ന് ഫൈനലൈസ് ചെയ്താൽ നല്ലതായിരുന്നു എന്ന് എനിക്ക് പറയാനുണ്ട്. സോ ഈ ഒരു ക്വിക്ക് അപ്ഡേറ്റ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. ഈവൻ ഈ ഒരു വീഡിയോ 9 മിനിറ്റ് ആയെങ്കിലും ഹോപ്പ്ഫുള്ളി ഇതൊരു വർത്തുള്ള വീഡിയോ ആയിരിക്കും. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. അപ്പം ഇതുപോലത്തെ കൂടുതൽ ഇൻഫർമേഷൻ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് ഈ വർഷം ഞാൻ പറഞ്ഞ ഫസ്റ്റ് കാര്യം പറഞ്ഞ് മറക്കണ്ട, ഈ വർഷം എത്ര ടാക്സ് ഗവൺമെന്റിന് കിട്ടും എന്നുള്ളതിന്റെ ഒരു ഗസ് താഴെ കമന്റ് ചെയ്യുക. അപ്പം അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. എല്ലാവർക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്.